ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പുതിന, പച്ചമുളക്, മല്ലിയില, നാരങ്ങ, ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നടിച്ചെടുക്കാം. അപ്പം നമുക്ക് കുറച്ച് ഫ്രഷ് പുതിന, ഇത് ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിയ അതിൻ്റെ തണ്ട് ബാക്കി കുഴിച്ചിട്ടതാണ്. ഈ പുതിന നന്നായി വളർന്നിട്ടുണ്ട്. അടുത്തത് മല്ലിയില, നമ്മളെ വീട്ടിലത്തെ കാട്ടുമല്ലി എന്നതിന് പറയാം. പിന്നെ കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടി എടുക്കാം. 2 ചെറുനാരങ്ങയും കൂടി പറിച്ചിട്ടുണ്ട്. ഇതാ, അപ്പോൾ ചട്നിയിലേക്ക് 2 പച്ചമുളകും കൂടി പറിച്ചെടുക്കാം. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പുതിന, പച്ചമുളക്, മല്ലിയില, നാരങ്ങ, ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നടിച്ചെടുക്കാം. മല്ലിയില കടയിൽ നിന്ന് വാങ്ങിയ മല്ലിയിലയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഞാൻ പിന്നെ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇവിടെയുള്ളത് വെച്ചെടുത്ത്. ലാസ്റ്റ് ചെറുനാരങ്ങയും കൂടി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കണേ. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം, നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പം നല്ല ഉപ്പും പുളിയും എരിവുള്ള ടേസ്റ്റായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മയോണൈസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ടാറ്റാ, ബൈ.